PM ശ്രീയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെ CPI നേതൃയോഗങ്ങൾ ഇന്നു മുതൽ രാഷ്ട്രീയ എതിർപ്പ് അവഗണിച്ച പദ്ധതി സ്വീകരിക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ യോഗത്തിൽ വിമർശനം ഉയർന്നേക്കും. പദ്ധതിയിൽ ഒപ്പിടുന്ന വിഷയം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നാൽ എതിർപ്പ് അറിയിക്കാനാണ് CPI മന്ത്രിമാരുടെ തീരുമാനം. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, CPI വിഷയത്തിൽ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. PM ശ്രീയുടെ ഭാഗമാകേണ്ട എന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. പക്ഷേ നേരത്തെ നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി മന്ത്രിയെ പിന്തുണയ്ക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി, തീരുമാനങ്ങൾ എടുക്കുന്ന കക്ഷി എന്നത് CPIM തന്നെയാണ്. അതുകൊണ്ട് ഈ എതിർപ്പുകൾ ഇങ്ങനെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് CPIയുടെ, ഏത് തരത്തിലായിരിക്കും CPIയുടെ പ്രതിഷേധം? അഭിലാഷ്, സമീപകാലത്തൊന്നും ഇടതുമുന്നണിയിൽ ഉണ്ടാകാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പദ്ധതിയുമായി മുന്നോട്ട് പോയേ മതിയാകൂ എന്ന് CPM-ഉം അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും നിലപാടെടുക്കുന്നു. എന്നാൽ ഒരു കാരണവശാലും അതിന് അനുവദിക്കില്ല എന്ന നിലപാടിലാണ് CPI ഉള്ളത്. മന്ത്രിസഭാ PMCയിൽ ഒപ്പുവെക്കണമെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി വേണം. മന്ത്രിസഭാ യോഗത്തിൽ ഇത് നേരത്തെ പരിഗണനയ്ക്ക് വന്നപ്പോൾ CPI എതിർപ്പറിയിക്കുകയും മുഖ്യമന്ത്രി പിന്നീട് ചർച്ചകൾക്ക് ശേഷമാകാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇന്ന് ഈ മന്ത്രിസഭാ അജണ്ടയിൽ അതില്ലായിരുന്നു. ഔട്ട് ഓഫ് അജണ്ട വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 10:30-ക്കാണ് മന്ത്രിസഭാ യോഗം. മന്ത്രിസഭാ യോഗത്തിൽ വന്നാൽ CPI മന്ത്രിമാർ എതിർപ്പ് അറിയിക്കും. അതുതന്നെയാണ് അവരുടെ തീരുമാനം. അല്ലെങ്കിൽ ഇത് മുന്നണിയുടെ ഒരു നയപരമായ തീരുമാനമാണ്. മുന്നണി തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലേക്കും CPIM എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ CPI ഉഭയകക്ഷി ചർച്ചകളൊക്കെ നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇടതുമുന്നണി കൺവീനർ ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. വൈകാതെ ഇടതുമുന്നണി യോഗം ചേരാനുള്ള ആലോചനകളുമുണ്ട്. പക്ഷേ ഇത് രണ്ട് പക്ഷവും ഒരേ നിലപാടിൽ ഉറച്ചു നിന്നാൽ, വാശിയിൽ ഉറച്ചു നിന്നാൽ മുന്നണിക്കകത്ത് വലിയ പ്രതിസന്ധിയായി മാറുമെന്ന ഉറപ്പാണ്. ഒരു കാരണവശാലും അതിൽ നായയിൽ ഇന്നലെ MV ഗോവിന്ദൻ നടത്തിയൊരു പ്രതികരണവും CPIയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ PMCയുടെ CPIയുടെ എതിർത്ത് ചോദിക്കുമ്പോൾ എന്ത് CPI എന്നൊരു പ്രതികരണമാണ് MV ഗോവിന്ദൻ നടത്തിയത്. അത് CPIക്ക് കടുത്ത അതിർത്തിയും അമർഷവുമുണ്ട്. അതിൽ ആ സാഹചര്യങ്ങളിലൊക്കെ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പദ്ധതി ഒപ്പുവയ്ക്കാൻ തന്നെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ അതത്ര CPIയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അത്ര ഒരു നടപടിയിലേക്ക് CPM പോയാൽ അത് മുന്നണിക്കുള്ളിൽ വലിയ കലഹങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്ത ആഴ്ച വരാനിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കൂടി അത്തരമൊരു തർക്കത്തിലേക്ക് മുന്നണി പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. സമവായ ചർച്ചകൾ നടക്കുമ്പോഴും എങ്ങനെയാണ് സമവായം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. യെസ്, എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടി എടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം മുന്നണിക്കകത്ത് ഒരു അസ്വാരസ്യത്തിന് സാധ്യത. അത് പൂർണ്ണമായും ഇപ്പോൾ വിലയിരുത്താനാകില്ല. ഈ വിഷയം അജണ്ടയിലേക്ക് വരുന്നുണ്ടോ, സർക്കാർ മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്.